ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നമ്മളെ ഭീമനാടിന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കാലിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കേട്ടോ. കാലിക്കടവ് പാലത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണിത്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുന്നുംകൈയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാക്കണ ഈ ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കണം ഈ കാണുന്ന 2 ഏക്കർ 50 സെൻറ്റ് സ്ഥലം, അതിനകത്ത് 6 ബെഡ്റൂമൊക്കെ ഈ കാണുന്ന ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യും. പിന്നെ നിങ്ങളെ വീഡിയോസിലോ പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലം വരുന്നത് നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം 57 കിലോമീറ്റർ മാത്രമായിട്ടാണ് നമ്മൾ ഈ പ്ലോട്ടിൽ കേട്ടോ. നമ്മൾ സ്ഥലം വരുന്ന ഭീമനാടി ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലത്തിൽ കാലിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. കാലിക്കടവ് പാലമാണ് കാണുന്നത്. നമ്മുടെ സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് വെസ്റ്റളേരി പഞ്ചായത്താണ്. അതുപോലെ വില്ലേജ് വരുന്നത് നമുക്ക് ഭീമനടിയാണ്. അതുപോലെ തന്നെ നമുക്ക് വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. വെള്ളരിക്കുണ്ടിലോട്ട് ഏകദേശം 7 കിലോമീറ്റർ ദൂരമാണുള്ളത്. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ട് അതിര് ഇതാക്കണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് സ്ഥലം വരുന്നത്. ഏകദേശം നമുക്ക് ഒരു 200 മീറ്ററോളം നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽ നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോളേ ഇതാണ് നമ്മളെ വീട് കേട്ടോ. വീടുകൾ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റൈലും വീടാണ്. വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും മുറ്റത്തോട്ട് കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ കൊണ്ട് കൊണ്ടുപോയി നിർത്തിയാൽ മതി കേട്ടോ. കാറോ ജീപ്പോ ഏത് വേണമെങ്കിലും നമുക്ക് നിർത്താനുള്ള സൗകര്യം ഉണ്ട് മുറ്റത്തോട്ട്. മുറ്റമൊക്കെ അത്യാവശ്യം നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കി ഫുള്ള് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പൂക്കളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരും. നമുക്ക് ആദ്യം നമ്മളെ വീട് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറമ്പിൽ എന്തൊക്കെയുള്ളതൊക്കെ പിന്നെ പോയി നോക്കട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരും. നമുക്ക് ആദ്യം തന്നെ വീട് കാണാം. വീട് ഇതാക്കുന്നത് ഇവിടെ ഫുള്ള് ഓപ്പൺ ആയി കിടക്കുകയാണ്. സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത് കേട്ടോ. സിറ്റ് ഔട്ടൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടല്ലേ, നെല്ലൊക്കെ ഫുള്ള് വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലൊക്കെ ഇവിടെ എല്ലാം ഫുള്ള് ഇതിൻ്റെ പിടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് മൊത്തം 6 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ താഴെയാണ് 3 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ആദ്യത്തെ റൂം ഇതാ ഇവിടെയാണുള്ളത് കേട്ടോ. അത് ഓഫീസ് റൂമാണ്. അപ്പോൾ ഫ്രണ്ട് ഡോറൊക്കെ കണ്ടില്ല നിങ്ങൾ, ഫുള്ള് മരത്തിൻ്റെ ആണ്. ജനൽ, വാതിൽ, കട്ടില എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റൂം ഒന്ന് കാണാം കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോകാം. അതിപ്പോൾ ഓഫീസ് റൂമായിട്ടാണുള്ളത്. ഇത് നോക്കിയാണെങ്കിൽ റൂമൊക്കെ നല്ല സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. റൂഫൊക്കെ ഉണ്ടല്ലേ, നല്ല കളറിലുള്ള ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല രസമുണ്ടല്ലേ. റൂഫൊക്കെ നല്ല രസമുണ്ട്. നല്ലൊരു നീറ്റായിട്ടുള്ള വീട് തന്നെയാണ്. ഷെൽഫ് എല്ലാം ഉണ്ട്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് നമുക്ക് ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനലും ഈ ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം. എന്നാലൊക്കെ എല്ലായിടത്തും ഒരേ കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് അകത്തേക്ക് പോയിട്ട് അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണല്ലേ. എന്നാലേ നോക്കാം. വരി നോക്കിയാണ് ഞങ്ങൾ. വലിയ ഹാളാണ് കേട്ടോ. ഹാളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നോക്കിയാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. എന്നാലും എല്ലായിടത്തും ഒരേ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടല്ലേ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് ഹൈലൈറ്റ് സൗകര്യം എന്ന് വെച്ചാൽ റോഡിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ട് തന്നെയാണ് അല്ലേ. നമ്മളെ കാലിക്കടവ് നിന്ന് കുന്നുംകൈ പോണ റൂട്ടാണ് ഇപ്പൊ ഈ റോഡ് കാണുന്നത് കേട്ടോ. ഇപ്പൊ ഭാവിയിൽ കുറച്ച് കഴിഞ്ഞാൽ ബസ്സെല്ലാം ഉണ്ടാവും. റോഡൊക്കെ ഫുള്ള് പണിയെല്ലാം കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുള്ളതാണ്. പിന്നെ അങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഷെൽഫ് കണ്ടില്ലേ, വലിയ ഷെൽഫാണ്. സ്ലൈഡിങ് ഗ്ലാസ് ഒക്കെയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു രൂപക്കൂടൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ TV എല്ലാം വെക്കാനുള്ള ആ ഒരു സൗകര്യം എല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി 2 റൂമുകൾ വരുന്ന അകത്ത് ഒന്ന് ഈ ഭാഗത്തുമാണുള്ളത്. പിന്നെ രണ്ടാമത്തെ റൂം ഈ സൈഡിലാണുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഈ റൂമുകളൊക്കെ ഇനി ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഇപ്പം നമ്മളെ രണ്ടാമത്തെ റൂം. നോക്കിയാൽ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. റൂഫൊക്കെ ഫുള്ള് നീറ്റാണ്. ഫ്രണ്ടിലോട്ട് ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനലുണ്ട്. അതേമാതിരി തന്നെ ഇവിടേക്ക് കൊണ്ട് ഒരു 3 കള്ളി ജനലുണ്ട്. ഇപ്പം നിലവിൽ ഈ റൂമിൽ 2 കട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇതിൽ അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട്. എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഷെൽഫ് എല്ലാം ഉണ്ട്, റാക്ക് ഉണ്ട്. നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. നല്ല നീറ്റായിട്ട് കിടക്കണതാണ്. ഇനി ഇങ്ങോട്ട് വരി. ഇവിടെ നോക്കി നമ്മളെ ഹാളിൽ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ആർച്ച് പോലെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ഒരു മോഡലാക്കിയത്. പിന്നെ ഇതാണ് നമ്മളെ 3ാമത്തെ റൂമുള്ളത്. ഇതും വലിയ റൂം തന്നെയാണ്. നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഈ റൂമിൽ ഇപ്പോൾ 2 ചെറിയ 2 കട്ടിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അലമാര ഉണ്ട്. 2 അലമാര ഉണ്ട് കേട്ടോ. ഈ സൈഡിലും നമുക്കൊരു അലമാര ഉണ്ട്. എന്നിട്ടും അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് റൂമിൽ. പിന്നെ ഷെൽഫ് ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ മടക്കി തുണികളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ഉള്ള ഷെൽഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ റാക്കെല്ലാം ഉണ്ട്. റൂഫൊക്കെ ഫുള്ള് നീറ്റാണ്. എവിടെ ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരി. നമുക്ക് അടുത്ത് ഇതാക്കണേ. നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡൈനിങ് ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 ആൾക്കോ അല്ലെങ്കിൽ 8 ആൾക്കോ ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശയിട്ട് ഇരിക്കാൻ സൗകര്യത്തിനുള്ള അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഫ്രിഡ്ജെല്ലാം വെക്കാനുള്ള സൗകര്യത്തിനുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ,
അത്യാവശ്യം വലിയൊരു സ്റ്റോർ റൂം തന്നെയാണ്. നമുക്ക് തുണികൾ എടുത്തേക്കാണെങ്കിൽ തുണികൾ എടുത്തേക്കാം. ഇപ്പം അല്ല വീട്ടിലെ മറ്റു സാധനങ്ങളൊക്കെ എന്തെങ്കിലും എടുത്തേക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തേക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഭാഗത്താണ് നമ്മളെ അടുക്കളയുള്ളത് കേട്ടോ. അടുക്കള നല്ല സൗകര്യമുള്ള അടുക്കള. സാധാരണ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒതുങ്ങിയൊരു ഭാഗത്തെ വീട് തന്നെയാണ് ഇത്. കണ്ടില്ലേ, പാത്രങ്ങളൊക്കെ എടുത്തേക്കാനുള്ള ഷെൽഫ് കണ്ടില്ല, ഞങ്ങൾ വലിയ ഷെൽഫാണ് കണ്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള ഒരു പാതകം എല്ലാം ഉണ്ട്, ഒരു തട്ടൊക്കെ ഉണ്ട്. പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു സൈഡിലോട്ട് ഒരു 4 കള്ളി ജനൽ നമുക്ക് പുറത്തോട്ട് ഈ ഒരു ഭാഗത്തോട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വിറകടുപ്പുണ്ട് ഇവിടെ. വിറകടുപ്പ് ഇനിയിപ്പോൾ പുറത്ത് വേറെ എക്സ്ട്രാ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വിറകടുപ്പെല്ലാം ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ റബ്ബർ ഷീറ്റൊക്കെ ഉണക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ചിമ്മിനി എല്ലാം ഉണ്ട്. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് കുറച്ച് റബ്ബർ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ? അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയി കാണിച്ചു കൊടുക്കാം. പിന്നെ ഈ സൈഡിൽ ഇവിടെ റാക്കെല്ലാം ഉണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരാനുണ്ടെങ്കിൽ ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ സൈഡിലെല്ലാം ഫുള്ള് ഗ്രില്ലിട്ടേക്കാണ്. ഈ ഭാഗത്തും ഡോറെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. ഇനി ബാക്കി റൂമുകൾ നമുക്ക് മേലാണുള്ളത്. അപ്പൊ ഇനി ഇങ്ങോട്ട് വാ. നമുക്ക് സ്റ്റെയർ വരുന്നത് ഹാളിൽ തന്നെയാണ്. അതിന് മുന്നേ നമുക്ക് മുകളിലോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ നമുക്ക് ഹാളിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ബാത്റൂം ആണെങ്കിൽ നല്ല സൗകര്യമുള്ളത് തന്നെയാണ്. അപ്പം നമുക്ക് മേലെ പോയിട്ട് മേലത്തെ റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. സ്റ്റെയർ കണ്ടില്ലേ, എല്ലായിടത്തും ഒരേ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. നോർമൽ സ്റ്റെയർ ആണ് കേട്ടോ. സ്റ്റെപ്പൊക്കെ വലിയ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ വരിക. നമുക്ക് ഇനി ഇങ്ങോട്ട് പോയി നോക്കട്ടോ. നല്ല ഒരു ഒതുങ്ങിയ ഭാഗത്തെ വീടാട്ടോ. അങ്ങനെ സൈലന്റ് ആയിട്ടുള്ള കൂളാണ് വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ. ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അങ്ങനെ വലിയൊരു ഹാളായിട്ട് കിടക്കുകയാണ്. നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഇവിടെ വലിയൊരു ഹാളായിട്ട് കിടക്കുകയാണ്. നോക്കി ഇവിടെ നമുക്ക് ഇവിടെ വലിയൊരു ഷെൽഫെല്ലാം ഉണ്ട് ഈ സൈഡിൽ. അത്യാവശ്യം നമുക്ക് ഫോട്ടോസോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള വലിയൊരു ഷെൽഫ് ഉണ്ട്. നിലം വേറെ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. താഴത്തെ വൈറ്റ് കളർ അല്ലേ? താഴത്ത് ആ ഒരു കളറ് വൈറ്റ് കളറുള്ള ആ ഒരു കളറിലാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ ഈ ഒരു വേറെ കളറിൽ കേട്ടോ. അപ്പൊ ഇവിടുത്തെ റൂമുകൾ എന്ന് പറഞ്ഞാൽ റൂഫ് ഉണ്ടല്ലേ, ശരിക്കും നോക്കിക്കോളി, ഫുള്ള് നീറ്റാണ് കേട്ടോ. പിന്നെ ഇതാക്കണ് ഒരു റൂം ഈ ഭാഗത്താണുള്ളത്. അപ്പൊ ഇനി ഇതാണ് കാണാൻ നമുക്ക് കേട്ടോ. അത് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാണാൻ നോക്കിയാണ്. വലിയ റൂം തന്നെയാണ്. ഷെൽഫ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഫ്രണ്ടിലോട്ട് ഇതാക്കണേ ഇങ്ങോട്ടൊരു 3 കള്ളി ജനലുണ്ട്. അതേപോലെ ഈ സൈഡിലേക്ക് കൊണ്ട് ഒരു 3 കള്ളി ജനൽ. ഇടയ്ക്ക് അതൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ എല്ലാ കാറ്റും വെളിച്ചൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതൊക്കെ കണ്ടില്ല, ഞങ്ങൾ ജനല് വാതിൽ കട്ടിൽ ഈ സാധനങ്ങൾ വാതിലൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത് ഈ സൈഡിലേക്കാണുള്ളത്. അതുപോലെ ഇങ്ങോട്ട് വരും. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു 3 കള്ളി ജനൽ, വലിയ ജനൽ നമുക്ക് ഫ്രണ്ടിലോട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നല്ല കാഴ്ച കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറൊക്കെ ഉണ്ട്. അതിപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ഇതിങ്ങനെ വെച്ച് ഇതാക്കിയോണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല എന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരും. ലാസ്റ്റ് ഈ ഭാഗത്തെ റൂം കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കണില്ല, അതുകൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാണ് കേട്ടോ. വലിയ റൂമാണ്. 2 സൈഡിലും 3 കള്ളി ജനലുണ്ട്. റൂഫൊക്കെ ഫുള്ള് നീറ്റാണ് അല്ലേ, നല്ല സ്റ്റൈലോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഷെൽഫെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയ റൂം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലായിടത്തും റൂമിനും ഹാളിലൊക്കെ മൊത്തത്തിൽ ഒരേ കളർ ടൈലാണ് ഈ ഭാഗത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ ലാസ്റ്റ് 6ാമത്തെ നമ്മളെ ബെഡ്റൂം ഇതാക്കുന്നത് ഈ സൈഡിൽ ഇവിടെയാണുള്ളത്. ഈ റൂം കണ്ടില്ല, ഞങ്ങൾ വലിയ റൂം തന്നെയാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു കട്ടിലൊരു അൽമാരൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ്. ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ ഫുള്ള് ഷെൽഫെല്ലാം അടിച്ചിട്ടുണ്ട്. തുണികളോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉള്ള ഷെൽഫെല്ലാം അടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ബാത്റൂം ഉള്ളത് അറിയില്ല. അത് കാരണം ഇത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരു ഷെൽഫായിട്ട് നമ്മൾ കരുതുള്ളത് കണ്ടോ. ഇതിങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഇതായി കിടക്കുകയാണ്. അപ്പോൾ തുറന്ന് നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ ബാത്റൂം ആണെന്നുള്ളത്. അപ്പം നമ്മൾ വീട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞില്ലേ, എല്ലാ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ. വന്ന് കണ്ട് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് പറമ്പ് പോയിട്ട് പറമ്പിനകത്ത് എന്തൊക്കെ സംഭവങ്ങളുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയിട്ട് കാണാം. നമുക്ക് പോയൊക്കെ വരെ നമുക്ക് പുറത്ത് പറമ്പിൽ പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇങ്ങോട്ട് വരെ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ചെടികളൊക്കെ നട്ടു പിടിപ്പിച്ച കണ്ടില്ല. നിങ്ങൾ ഫുള്ള് മുറ്റത്ത് ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഗാർഡനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിറയെ പൂക്കളും പൂമ്പാറ്റും. പിന്നെ ഇതാ കൃഷി ചെയ്യുന്നുണ്ട്, പച്ചക്കറി കൃഷിയെല്ലാം ഉണ്ട്, കോവലുണ്ട്, പയറെല്ലാം നട്ടിട്ടുണ്ട്. ഇങ്ങനെ പച്ചക്കറികൾ ഇത് കണ്ടില്ല നിങ്ങൾ, പയർ സംഭവങ്ങളെല്ലാം അത്യാവശ്യം കൃഷിക്കൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ വാഴയെല്ലാം നട്ടുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ജാതി കേട്ടോ. നിങ്ങൾ നോക്കിയാൽ നിറയെ കായെല്ലാം പിടിച്ചിട്ടുണ്ട് ജാതിയിലെല്ലാം.
പെട്ടെന്ന് കായ്ക്കുന്ന ജാതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് റബ്ബറെല്ലാം ഉണ്ട്, ഏകദേശം ഒരു 100-300ഓളം റബ്ബറൊക്കെ ഉണ്ട്. അത് റബ്ബർ ആ ഭാഗത്തുള്ള. അപ്പം നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതാക്കണം നമുക്ക് ചെറിയ രീതിയിൽ മീനിനൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ചെറിയൊരു കുളമെല്ലാം ഉണ്ട്. നേരത്തെ ഒരു മീനെല്ലാം വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ 2 ടാങ്ക് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മീനെല്ലാം വളർത്താം. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചക്ക കഴിച്ചാൽ പ്ലാവൊക്കെ ഉണ്ട് നമ്മളെ പറമ്പിനകത്ത് ഇഷ്ടം പോലെ കേട്ടോ. നിറയെ ചക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇതാ ഈ കാണുന്നത് ഇത് ജാതിൻ്റെ മരമാണ് ഈ കാണുന്നത് കേട്ടോ. ജാതിയെല്ലാം നന്നായിട്ട് ഉണ്ടാവുകയാണ്. ഒക്കെ പെട്ടെന്ന് കായ്ക്കണ ബഡ് ജാതിയാണ്. അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനുള്ള കിണർ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് റബ്ബറൊക്കെ ഒന്ന് കാണാൻ പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ കിണർ, പോട്ടിനകത്തുള്ള കിണർ എന്ന് പറയുന്നത്. ഇതുണ്ടല്ലേ, വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കിണറിൻ്റെ അടിയിൽ ഫുള്ള് റിങ്ങെല്ലാം ഇറക്കിയിട്ടുള്ളതാണ്. ചുറ്റുപാടും ഇതേപോലെ കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് നമുക്ക് അതിര് പോകണ ഈ ഒരു സൈഡിൽ കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് റബ്ബറിലോട്ട് പോയിട്ടൊന്ന് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുക്കാൻ നിങ്ങൾ നീലേശ്വരം ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 24 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അതേപോലെ നമുക്ക് കാഞ്ഞങ്ങാട് നിന്നൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഒരു 35 കിലോമീറ്റർ ദൂരമുള്ളൂ. നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാടും നീലേശ്വരമാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ റബ്ബറിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് ലെവലായി കിടക്കുന്ന സ്ഥലം അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ നല്ല ഇവിടെ നോക്കി നമുക്ക് കുറേ ദൂരം വരെ കാണാം കേട്ടോ. നിങ്ങൾ വരും ഈ കാണുന്നതാണ് മെഷീൻ പെര കേട്ടോ. മെഷീൻ പെര കാണിച്ചു തരാം. നല്ല സൗകര്യമുള്ള വലിയ മെഷീൻ പെര തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ലോണം ഫുള്ള് നിന്നിരിക്കാനൊക്കെ നല്ലോണം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാ 2 മെഷീൻ ഉണ്ട്. പിന്നെ പാൽ ഉറവച്ച് വെക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടറൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട്. കറണ്ടിന്റെ കണക്ഷൻ എടുക്കാനുള്ള വീട്ടിൽ നിന്ന് നമുക്ക് കറണ്ടിന്റെ കണക്ഷൻ. പിന്നെ മേലെ ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതിനാണ് നമ്മളെ തോട്ടം. ഇവിടുന്ന് നേരെ വെട്ടി പാലെടുത്ത് നേരെ കൊണ്ടുവരാൻ ഇവിടെ കൊണ്ടുപോകും. ഷീറ്റ് ഉറയ്ക്കുക, ഷീറ്റ് അടിക്കുക, ഒന്നും എങ്ങോട്ട് പോകേണ്ട ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇങ്ങോട്ട് വരും നമ്മളെ പറമ്പിൻ്റെ അതിർവഴിയെല്ലാം ഫുള്ള് ഇതേമാരിക്കുള്ള വലിയ വലിയ പ്ലാവുകൾ. ഇതൊക്കെ നോക്കിയാൽ വലിയ പ്ലാവുകൾ അതിർവഴി. അതുപോലെ പറമ്പിൻ്റെ ഇടയ്ക്കെല്ലാം ഇതേമാരിക്ക് ഇഷ്ടംപോലെ പ്ലാവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ നന്നായിട്ട് കായ്ക്കണേ. പിന്നെ ചകിരിത്തോണ്ടാണ് ഈ കൂട്ടിയിട്ടേക്കുന്നത്. ഇഷ്ടംപോലെ തെങ്ങുണ്ട്. നമുക്ക് ഏകദേശം എത്ര തെങ്ങുണ്ട് എന്ന് പറഞ്ഞത്? നമ്മൾ ഈ പ്ലോട്ടിനകത്ത് ഇപ്പോൾ ഏകദേശം 10-70ഓളം തെങ്ങുണ്ട്. ഒക്കെ നന്നായിട്ട് കായ്ക്കണട്ടോ. ഒക്കെ നല്ല രീതിയിൽ അവർ നോക്കണമുണ്ട്. വെള്ളം കൊടുത്തിട്ടാണെങ്കിലും അതുപോലെ വളം ഇട്ടിട്ടാണെങ്കിലും ഫുള്ള് തടം തുറന്നിട്ടൊക്കെ നല്ല രീതിക്ക് നോക്കണതാണ്. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ആ തെങ്ങൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേട്ടായേ. ഒക്കെ നല്ലോണം കായ്ക്കണ തെങ്ങാണ് കേട്ടോ. 70ഓളം ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. പിന്നെ ഇങ്ങോട്ട് നോക്കി റബ്ബറാണ് ഈ കാണുന്നത്. നമ്മൾ ഈ പ്ലോട്ടിനകത്ത് മൊത്തം 300ഓളം റബ്ബറുകളുണ്ട്. 150ഉം 430ഉം മിക്സാണ് കേട്ടോ. അതിനകത്ത് ഒരു 15-ാം വർഷമായ പകുതിയോളം മരങ്ങളുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഇതേപോലത്തെ റബ്ബറുകളാണുള്ളത് കേട്ടോ. പിന്നെ കവുങ്ങാണ് കാണുന്നത്. കവുങ്ങ് ഏകദേശം ഒരു 30ഓളം കവുങ്ങുണ്ട്. ഇടയ്ക്കൊക്കെ ഫുള്ള് പിന്നെ തെങ്ങുകളാകട്ടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. തെങ്ങൊക്കെ എല്ലാം നല്ല രീതിക്ക് കായ്ക്കണ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ റബ്ബറൊക്കെ ഉണ്ടല്ലോ. ഒക്കെ ഒരു ഇതൊക്കെ എല്ലാം എന്താ പറയുക നല്ല പാലുള്ള റബ്ബറാണ്. ഒക്കെ നല്ല രീതിക്ക് ടാപ്പിംഗ് ആക്കി നോക്കി കൊണ്ടുനടക്കണ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം നല്ല പാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ പാല് ഒട്ടുപാലാക്കുകയാണ്. പിന്നെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡാണ് ആ കാണുന്നത് തന്നെയാണ് നമ്മളെ വീട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എല്ലാം ഫുള്ള് തെങ്ങും തൈ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കുറേ സ്ഥലത്ത് ഫുള്ള് തെങ്ങും തൈ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എല്ലാം ഫുള്ള് വാഴയൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. കൃഷിക്കൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. ഈ കാണുന്നതിനാണ് നമ്മളെ റോഡ് സൈഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറേ അങ്ങോട്ട് പോകാണ്ട് ഒരു ഒറ്റ പീസായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല നീളത്തിൽ കിടക്കണം. ഏകദേശം ഒരു 200 മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജാണ് ഉണ്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്. ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ ഈ ഒരു പ്ലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ മൊത്തമായിട്ട് എടുക്കാനില്ല, പ്ലോട്ടുകളായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലോട്ടുകളാക്കിയിട്ട് പ്ലോട്ടാക്കി അങ്ങനെയും കൊടുക്കാൻ പറ്റുന്ന സ്ഥലം. 20 സെന്റോ 30 സെന്റോ ഒക്കെ ആക്കിയിട്ട് നമുക്ക് ലെവൽ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ലെവലായിട്ട് മുകളിലോട്ട് കിടക്കുന്ന സ്ഥലമല്ലേ. ഒറ്റ പീസായിട്ട് നിങ്ങൾക്ക് അങ്ങനെ പ്ലോട്ടുകളാക്കി മേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഫുള്ള് വാഴ കൃഷി ചെയ്തുകൊണ്ട് നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ പയറെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നനയ്ക്കാൻ വേണ്ടി പൈപ്പ് എല്ലായിടത്തോട്ടും ആക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇഷ്ടം പോലെയാണ്. നമുക്ക് പറമ്പ് നനയ്ക്കാനാണെങ്കിലും വീട്ടിലെ ആവശ്യത്തിനാണെങ്കിലും ഒക്കെ വെള്ളം ഇഷ്ടം പോലെയാണ്. നമ്മൾ വെള്ളം കാണിച്ചു കൊടുത്താണല്ലോ ഇഷ്ടം പോലെ വെള്ളം ഉള്ളതാണല്ലോ. ഇനിയിപ്പോൾ ഈ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് പള്ളിയിൽ ആരാധനാലയങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നടക്കാൻ ദൂരത്തിൽ നമുക്കിവിടെ കാലിക്കടവ് പാലത്തിൻ്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 മുസ്ലിം പള്ളി ഉണ്ട് കേട്ടോ. പിന്നെ ഭീമനടിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ചർച്ചെല്ലാം ഉണ്ട്. പിള്ളേരെ സ്കൂളിലോട്ട് വിടാനാണെന്നുണ്ടെങ്കിൽ വരക്കാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വെള്ളരിക്കുണ്ടിൽ ഒരു 7 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളെല്ലാം ഉണ്ട്.
അപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ഏകദേശം പകുതി സെൻറ്റർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇതാക്കുന്ന റോഡിൻ്റെ അപ്പുറം ഭാഗത്തൊക്കെ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെയാണ് നിങ്ങൾ പ്ലോട്ടുകളൊക്കെ ആയിട്ട് 10 സെൻറ്റ് 20 സെൻറ്റോ 30 സെൻറ്റൊക്കെ ആയിട്ട് പ്ലോട്ടുകളൊക്കെ ആയിട്ടൊക്കെ എടുക്കാമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വീടൊക്കെ വെച്ച് താമസിച്ച് ഇവിടെയൊക്കെ അയൽവാസികളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് നേരെ പ്ലോട്ടിനകത്തോട്ട് വരാനുള്ള വഴി സൗകര്യം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വണ്ടി അവിടെ കിടക്കാണ്ടെങ്കിൽ കുറേ അങ്ങ് അവിടെയാണ് നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ അവിടെയാണ് കേട്ടോ. അവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം എന്താക്കണം അങ്ങും അങ്ങോട്ട് കുറേ പോകണ്ട. അവിടെ ആ ഒരു വളവ് തീരുന്നതിൻ്റെ അവിടം വരെ നമുക്ക് ഫ്രണ്ടേജ് അതിൽ എൻ്റെ അവിടം വരെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫുള്ള് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണം നമ്മൾ പറമ്പിൻ്റെ ഈ ഒരു സെൻറ്റർ വഴി ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു 3 മീറ്റർ വീതിയുള്ള പ്രൈവറ്റ് റോഡ് പോകുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ വേറെ ആളെ സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന റോഡാണ് ഇട്ടത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്ക് സ്ഥലമുള്ളത്. പിന്നെ ഇതാക്കണേ അടുത്ത് വീടുകളുണ്ടല്ലോ റോഡിൻ്റെ ഇപ്പുറം ഭാഗത്ത് ഇഷ്ടംപോലെ. ഇങ്ങോട്ടൊക്കെ ഇനി വീടുകളുണ്ട്, ഫുള്ള് കുറേ വീടുകളെല്ലാം ഉണ്ട്. പിന്നെ ആക്കണേ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് ഇതാക്കണം നമ്മൾ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലോട്ടൊക്കെ കണക്ഷനൊക്കെ എടുക്കണമെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആ പോസ്റ്റ് വന്ന് വേണമെങ്കിൽ അയിമൊന്ന് കൊടുക്കുക. അപ്പോൾ അതിനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന റബ്ബർ മരങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. 15-ാം വർഷം ടാപ്പിംഗ് ഇതാക്കണം 15-ാം വർഷമായിട്ടുള്ള റബ്ബർ മരങ്ങളാണ് ഈ കാണുന്നത്. ടാപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല മരങ്ങളാണ് കേട്ടോ. ഒന്നും ടാപ്പിംഗ് ആക്കി നശിപ്പിക്കാൻ ചെയ്തില്ല. ഇപ്പോൾ തന്നെ ഇതാണ്ടല്ലേ ഇതല്ലേ പാലൊക്കെ അത്യാവശ്യം നല്ല പാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ അവർ ഒട്ടുപാലാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇതാക്കണേ നമ്മളെ പറമ്പിൽ കാട്ടുമരങ്ങളായിട്ടുള്ള കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, മഹാഗണി പോലത്തെ മരങ്ങളൊക്കെ കേട്ടോ. ഇതാക്കണേ ഇതൊക്കെ ഒക്കെ അത്യാവശ്യം നല്ല റബ്ബറും കാര്യങ്ങളൊക്കെ ആട്ടോ. ഒന്നും ടാപ്പിംഗ് ആക്കി നശിപ്പിക്കുകയൊന്നും ചെയ്തിട്ട് നല്ല അത്യാവശ്യം വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല റബ്ബറാണ്. പിന്നെ പ്ലാറ്റോറും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫുള്ള് ക്ലിയർ ആയി കിടക്കണതാണ്. പ്ലോട്ടിന്റെ ഏറ്റവും ബാക്ക് സൈഡ് എന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ, അങ്ങോട്ടാണ് വീടുള്ളത് കേട്ടോ. ഇതാണ് റോഡ്. ഒറ്റ പീസ് മുതൽ ഒറ്റ ലെവലിൽ കിടക്കണ മുതലാണ്. പിന്നെ ഇതാക്കണം മഹാഗണിയാണ് ഈ കാണുന്നത്. ഇതേമാതിരിക്ക് കുറേ മഹാഗണികളെല്ലാം നമ്മളെ ഒരു പറമ്പിനകത്ത്. പിന്നെ ഇതാ ഇവിടെ ഈ കാണുന്നത് ഇത് വേറൊരു സൈസ് കാട്ടുമരമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ കാട്ടുമരങ്ങളെല്ലാം പറമ്പിൻ്റെ ഇടയ്ക്കെല്ലാം കുറേ ഉണ്ട്. കണ്ടില്ലേ അത്യാവശ്യം നല്ല വലിയ മരമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ബാക്ക് സൈഡിൽ നിന്ന് ഇത്രയൊക്കെയാണ് നമുക്ക് നമ്മളെ ഒരു പ്ലോട്ടിനകത്തുള്ള വ്യൂ കേട്ടോ. നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻ്റെ ഏകദേശം ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. നല്ല നീളം വരും നമുക്ക് ഫ്രണ്ടേജ്. നമ്മളെ വണ്ടി അങ്ങ് ദൂരെ കിടക്കണുണ്ടെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീടും സ്ഥലമൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. സ്ഥലം നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ ഭീമനടി ടൗണിൽ നിന്ന് വെറും നടക്കാനുള്ള ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. വീടും മൊത്തം 2.5 ഏക്കർ പ്ലോട്ടും, അതും ടാറിങ് റോഡും ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന നല്ലൊരു പ്ലോട്ട് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ മൊത്തം 2.5 ഏക്കർ പ്ലോട്ടാണ്. മൊത്തത്തിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കും. അതല്ലെങ്കിൽ 10 സെൻറ്റോ 20 സെൻറ്റ് സ്ഥലമോ എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അവർ കൊടുക്കാൻ റെഡിയാണ്. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണറുടെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.